ഇന്നത്തെ പ്രൈം എഡിറ്റോറിയൽ നിലപാട് നമുക്ക് പലതരത്തിൽ പ്രഖ്യാപിക്കാം. ഉറക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് കൂടെയുണ്ടെന്ന ഉറപ്പായി അങ്ങനെ പലതരത്തിൽ. ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരായ സമരവേദിയിൽ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ച ആ കപ്പ് അത് നിലപാടാണ്. സർക്കാർ ആർക്കൊപ്പമാണെന്ന നിലപാടാണ് ആ ഉയർത്തിപ്പിടിച്ചത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവനൊപ്പമെന്ന് ഹാഷ്ടാഗ് ഇടാൻ ആളുകളുണ്ട്. ആ സമൂഹത്തിൽ മുഖം മറയ്ക്കാതെ പേരൊളിപ്പിച്ചു വെക്കാതെ പെണ്ണുങ്ങൾ പുറത്തു വരികയാണ്. നേരിട്ട ക്രൂരതകൾ വിവരിക്കുകയാണ്. ഇനി ആര് എന്തൊക്കെ ഹാഷ്ടാഗ് ഇട്ടാലും മുന്നോട്ടെന്ന പ്രഖ്യാപനമാണത്. അതിജീവിതയല്ല അപരാജിതയാണെന്ന പ്രഖ്യാപനം. ഈ അടുത്ത് ഇറങ്ങിയ വളരെ ഹിറ്റായ ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ. സയനൈഡ് മോഹന്റെ കഥ. കൂടെയുള്ള സ്ത്രീകളെ കൊന്നു കളയുമ്പോൾ പോലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അയാൾ. ആ ദയ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സെക്ഷൽ പെർവേർട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് നൽകുന്നില്ല. ഏതൊക്കെ തരത്തിൽ വേദനിപ്പിച്ചു, പ്രണയം നടിച്ച് സ്വന്തമാക്കി, അതിക്രൂരമായി പീഡിപ്പിച്ചു. അത് ശാരീരിക വേദന, അത് കഴിഞ്ഞ് സാമ്പത്തിക ചൂഷണം, പിന്നെ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്തു കളയുക, മാനസിക പീഡനം. പലതവണ പറഞ്ഞു ചികിത്സയാണ് വേണ്ടത്, അത് നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഹെഡ്മാഷ് പാലക്കാടിന് മാത്രമല്ല കേരളത്തിന് കൂടി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്. ഇന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് കാരണം കേരളത്തിന് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല.